നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയോധികയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ ശരീരത്തിനുള്ളിൽ ഘടിപ്പിച്ചിരുന്ന പേസ് മേക്കർ പൊട്ടിത്തെറിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരം പള്ളിപ്പുറത്താണ് ഈ സംഭവം അരങ്ങേറിയത്. കരിച്ചാറ സ്വദേശി സുന്ദരന്റെ കാലിലാണ് പേസ് മേക്കറിന്റെ ഭാഗങ്ങൾ തുളച്ചു കയറിയത്. ചൊവ്വാഴ്ച മരണപ്പെട്ട പള്ളിപ്പുറം സ്വദേശി വിമലമ്മയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. സംസ്കാരത്തിനിടെ ശരീരത്തിനുള്ളിലെ പേസ് മേക്കർ ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതിന്റെ ചീളുകൾ സമീപത്ത് നിന്ന സുന്ദരന്റെ കാൽമുട്ടിലേക്കാണ് തുളച്ചു കയറിയത്. പരിഭ്രാന്തരായ വീട്ടുകാർ സുന്ദരനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഹൃദ്രോഗിയായ വീട്ടമ്മയ്ക്ക് അടുത്തിടെയായിരുന്നു പേസ് മേക്കർ ഘടിപ്പിച്ചത്. സാധാരണ ഈ മരണശേഷം പേസ് മേക്കർ നീക്കം ചെയ്യാറുണ്ട്. എന്നാൽ വീട്ടിൽ വച്ചായിരുന്നു വയോധികയുടെ മരണം സംഭവിച്ചത്. മരണശേഷം വീട്ടുകാർ പേസ് മേക്കർ ഘടിപ്പിച്ചിരുന്ന വിവരം ഇത്തരത്തിൽ ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നു. നമുക്കറിയാം, ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിൽ ഈ പേസ് മേക്കർ എന്ന വാക്ക് കൂടുതലായി നമ്മളൊക്കെ കേട്ടു തുടങ്ങിയത്. കാരണം ഹൃദയ സംബന്ധമായ രോഗമുള്ളത് കൊണ്ട് തന്നെ പലർക്കും ഇത്തരത്തിൽ പേസ് മേക്കർ ഘടിപ്പിക്കേണ്ട ഒരു ആവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു പേസ് മേക്കർ, അല്ലെങ്കിൽ ഈ പേസ് മേക്കർ ഒക്കെ ആരൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊരു വിവരം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഈ ഹൃദയമിടിപ്പിൽ താളം തെറ്റിയവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് ഈ പേസ് മേക്കർ. ഹൃദയനിരക്ക് കുറവുള്ള രോഗികളുടെ ഹൃദയപേശികളിലേക്ക് ഇലക്ട്രിക് തരംഗങ്ങൾ അയച്ച് കൃത്രിമമായി ഹൃദയമിടിപ്പ് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ചെറിയൊരു ഉപകരണമാണ്. 25 മുതൽ 35 ഗ്രാം ഭാരമേ ഇതിന് ഉണ്ടാകൂ. മിനിറ്റിൽ 60 മുതൽ 100 വരെയാണ് ഈ ഹൃദയമിടിപ്പിന്റെ സാധാരണ നിരക്ക്. എന്നാൽ ഹൃദയമിടിപ്പിന്റെ നിരക്ക് മിനിറ്റിൽ 40 താഴെ ആവുകയാണെങ്കിൽ തലകറക്കവും ബോധക്കേടും ഉണ്ടായെന്ന് വരും. ഹൃദയപേശികളെ ഉത്തേജിപ്പിക്കുന്നതിന് പുറമെ പേസ് മേക്കറിന് ഹൃദയമിടിപ്പ് സാധാരണഗതിയിലായത് തിരിച്ചറിയുവാനും കഴിയും. ഹൃദയമിടിപ്പ് സാധാരണഗതിയിലായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവ പിന്നീട് അനാവശ്യമായി പേശികളെ ഉത്തേജിപ്പിക്കില്ല. ആവശ്യം അറിഞ്ഞ് മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അതിനാൽ ബാറ്ററിയെ സംരക്ഷിക്കുകയും പേസ് മേക്കറിന്റെ കാലയളവ് ഉയർത്തുകയും ചെയ്യും. ഇടതോ വലതോ തോളലിന്റെ താഴെയായി ചർമ്മത്തിലും കൊഴുപ്പിനും അടിയിലായാണ് ഈ പേസ് മേക്കർ സ്ഥാപിക്കുന്നത്. പേസ് മേക്കറിന്റെ ലീഡ് ഞരമ്പ് വഴിയാണ് ഹൃദയപേശികളുമായി ബന്ധിപ്പിക്കുന്നത്. പേസ് മേക്കറിന്റെ പ്രവർത്തനം പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്നതിനാൽ പുറമേ നിന്ന് മാറ്റം വരുത്താൻ കഴിയും. പ്രവർത്തന നിരക്ക് അനുസരിച്ച് സാധാരണ രീതിയിൽ പേസ് മേക്കർ 10 മുതൽ 12 വർഷം വരെ നിലനിൽക്കാറുണ്ട്. പേസ് മേക്കർ വച്ചവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയും. എങ്കിലും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പേസ് മേക്കർ പിടിപ്പിച്ചിരിക്കുന്ന വശത്തിന്റെ എതിർവശത്തെ ചെവിയിലെ സെൽഫോൺ ഉപയോഗിക്കാവൂ. ഉദാഹരണത്തിന് ഇടത് തോളലിലാണ് ഈ പേസ് മേക്കറെങ്കിൽ വലത് ചെവി ഉപയോഗിക്കുക. ഉയർന്ന ചാർജുള്ള ഇലക്ട്രിക് വയറുകളുടെ സമീപത്ത് പോകരുത്. എന്നാൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇവ നന്നായി വൈദ്യുതി നിരോധനം ചെയ്തിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. ഈ പേസ് മേക്കർ വച്ചിട്ടുള്ളവർ മെറ്റൽ ഡിറ്റക്ടറിൽ കൂടി വളരെ പെട്ടെന്ന് കടക്കണം. സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പേസ് മേക്കർ വച്ചിട്ടുള്ള കാര്യം അറിയിക്കണം. അൾട്രാസൗണ്ട്, എക്കോ കാർഡിയോഗ്രാം, എക്സ്റേ, CT സ്കാൻ പോലുള്ള പരിശോധനകൾ ചെയ്യാൻ ഭയക്കേണ്ട കാര്യമില്ല. എന്നാൽ പേസ് മേക്കർ വച്ചിട്ടുള്ളവരിൽ MRI ചെയ്യുവാൻ പാടില്ല. ഇത് പേസ് മേക്കറിന്റെ സർക്യൂട്ടിനെ നശിപ്പിക്കും. അടുത്ത കാലത്തായി MRIക്ക് ഇണങ്ങുന്ന പേസ് മേക്കറുകളും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം പേസ് മേക്കറാണ് വച്ചിരിക്കുന്നതെങ്കിൽ MRI സുരക്ഷിതമായി ചെയ്യാം. അർബുദ രോഗികളിൽ ചെയ്യുന്ന റേഡിയേഷൻ ചികിത്സ ചിലപ്പോൾ പേസ് മേക്കറിന് തകരാറുണ്ടാക്കും. റേഡിയേഷൻ ചെയ്യുന്ന ഭാഗവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഭാഗത്താണ് പേസ് മേക്കർ വരുന്നതെങ്കിലാണ് സംഭവിക്കുക. അതിനാൽ നേരിട്ട് റേഡിയേഷൻ പേസ് മേക്കറിൽ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക. പേസ് മേക്കറിൽ തന്നെ അധിക സവിശേഷതകൾ ലഭ്യമാക്കുന്ന ഉപകരണമാണ് AICD. ആവശ്യമുള്ളപ്പോൾ ഇവ ഹൈ വോൾട്ടേജ് ഷോക്ക് ലഭ്യമാക്കും. ഇടയ്ക്കിടെ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ അഥവാ ഫൈബ്രിലേഷൻ എന്നറിയപ്പെടുന്ന ഉയർന്ന ഹൃദയമിടിപ്പുണ്ടാകുന്ന രോഗികൾക്ക് ഇത് ആവശ്യമാണ്.